ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ചാപ്റ്റർ, 5th ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ട്രിഗ്നോമെട്രി. അപ്പോൾ ഈ ട്രിഗ്നോമെട്രി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. സർക്കിൾസ് പോലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ +1 മുതലുള്ള എല്ലാ ഹയർ സ്റ്റഡീസിലും മാത്സിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ചാപ്റ്റർ ശരിക്കൊന്ന് പഠിക്കണം. കാരണം ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ബാക്കി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ലെവലാണ് നമ്മുടെ ഈ ചാപ്റ്റർ. വളരെ സിമ്പിളാണ്, എന്നാൽ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ട് മാറും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് ആംഗിൾസ് ആൻഡ് സൈഡ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഇവിടെ ഈ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ഒരു ഹൈറ്റ്, അതായത് ഇപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ, നിങ്ങളുടെ ഹൗസിൻ്റെ ഒരു ഹൈറ്റ് എത്ര ഉണ്ടെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ട്രീയുടെ, ഒരു മരത്തിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട്, ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടെത്താൻ നമുക്കൊരു ടാപ്പ് പിടിച്ച് തെങ്ങിൻ്റെ മുകളിൽ കയറുന്നത് റിസ്ക് ആണ്. താഴെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ എല്ലാം ഹൈറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ അത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫസ്റ്റ് വരുന്നത് കുറച്ച് റൈറ്റ് ട്രയാങ്കിൾസ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെ ആംഗിൾസ് 45, 45, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലെ മറ്റു രണ്ട് സൈഡ്സ് എങ്ങനെ കണ്ടെത്തുക? നിങ്ങൾക്ക് ഒരു റൈറ്റ് ട്രയാങ്കിളിലെ സൈഡ്സ്, ഏതെങ്കിലും സൈഡ് കണ്ടെത്താൻ നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതെന്തായിരുന്നു? പൈതഗോറസ് ഇക്വേഷൻ. കുറേ പേര് പൈതഗോറസ് തിയറം എന്നൊക്കെ പറയാറുണ്ട്, പൈതഗോറസ് ഇക്വേഷൻ എന്നൊക്കെ. ശരിക്ക് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം എന്ന് പറയുന്നത് പൈതഗോറസ് എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞ് ശീലിക്കുക. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും രണ്ട് സൈഡ് കിട്ടണം. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള രണ്ട് സൈഡ്സ് കണ്ടെത്തണം. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് കൂടി കിട്ടിയാൽ നമുക്ക് പൈതഗോറസ് ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് കണ്ടെത്താൻ ഈ ഒരു ട്രയാങ്കിള് എന്ത് ട്രയാങ്കിൾ ആണെന്ന് അറിയിക്കുക. റൈറ്റ് ട്രയാങ്കിൾ ആണ്, അതല്ലാത്ത വേറെ ഏത് കാറ്റഗറിയിൽ പെട്ടതാണ് ഈ ട്രയാങ്കിൾ നോക്കാം. ഇതിലെ ആംഗിൾസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആംഗിൾസ് 45, 45, രണ്ട് ആംഗിൾസ് എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ അത്തരം ട്രയാങ്കിളിനെ നമ്മൾ പറയുന്ന പേരെന്താ? ഐസോസിലസ് ട്രയാങ്കിൾ. കുറെ പേർക്ക് ഓർമ്മ ഉണ്ട് അല്ലേ? എന്താ ഐസോസിലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടീസ്? 2 ആംഗിൾസ് ഈക്വൽ ആണ്, 2 സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ ഇതിലെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആണ്. അപ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഇത് 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് പൈതഗോറസ് ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താണ്? ഹൈപ്പോടെന്യൂസിന്റെ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, നമുക്കത് ഇവിടെ അറിഞ്ഞിരിക്കണം ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇതിന്റെ ആൻസർ നേരിട്ട് എഴുതുകയാണ്. ഇതിന്റെ ആൻസർ 3√2 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ പൈതഗോറസ് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് √19 കിട്ടുന്നുണ്ടാകും, √18 കിട്ടുന്നുണ്ടാകും. ഇതിനെ ചെറുതാക്കിയതാണ് 3√2. അതായത് ഈ √18 എന്നുള്ളതിന് 9 × 2 എന്ന് എഴുതാം. √9 × 2 എന്ന് വെച്ചാൽ √18. അപ്പോൾ ഇതിന്റെ ആൻസർ 9ന്റെ √3 ആണ്. √2ന് കറക്റ്റ് ആൻസർ ഇല്ല, അതുകൊണ്ട് 3√2 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് ഇതിന്റെ ആൻസർ. ഇനി ഇതേപോലെ ഈ ക്വസ്റ്റ്യനിലും ഇവിടെയും രണ്ട് ആംഗിൾ ഈക്വൽ ആണ്. 45, 45, 90 ആണ്. റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇത് 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ 1√2 ആണ് വരുന്നത്. ഇനി ഇതിലും ആംഗിൾസ് തന്നെയാണ്. 45, 45, 90 ആണ്. അപ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഇത് എക്സ് ആയതുകൊണ്ട് ഇത് എക്സ് ആയിരിക്കും, ഈ സൈഡ് x√2 ആയിരിക്കും. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഈ ട്രയാങ്കിൾസിന്റെ എല്ലാം സൈഡുകളുടെ റേഷ്യോ കണ്ടെത്താനാണ്. എങ്ങനെ റേഷ്യോ എഴുതുന്നത്? റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നമ്പർ ആദ്യം അതേപോലെ റേഷ്യോ ഒക്കെ എഴുതിയാൽ മതി. പിന്നെ അതിന് കോമൺ ആയിട്ടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു രണ്ട് ആളുകളുണ്ട്. ഒരാളുടെ കയ്യിൽ 10 റുപ്പീസും മറ്റൊരാളുടെ കയ്യിൽ 15 റുപ്പീസും ഉണ്ട്. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ക്യാഷിന്റെ റേഷ്യോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരിക? 10:15. ആദ്യം ആ നമ്പർ അതേപോലെ എഴുതി കൊടുക്കുക. ഇനി രണ്ട് നമ്പറിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ എത്രയാണ്? 5 ആണ്. 10നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 2.
15നെ 5 ഡിവൈഡ് ചെയ്താലോ 3. അപ്പോൾ ഇതിന്റെ ആൻസർ ശരിക്ക് 2:3 എന്നുള്ളതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇവിടെ 1.5 വരും. പോയിന്റുകൾ നമ്പർ നമ്മൾ റേഷ്യോയിൽ എഴുതാറില്ല. ഈ റേഷ്യോയിൽ എഴുതുമ്പോൾ തന്നെ ഏറ്റവും ചെറിയ നമ്പർ ആക്കിയിട്ട് എഴുതുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ 2:3 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അവരുടെ കയ്യിലുള്ള പൈസ ഈ 2ന്റെയും 3ന്റെയും ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആണ്. അപ്പോൾ എങ്ങനെയാണ് റേഷ്യോ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡുകളുടെ റേഷ്യോ കണ്ടെത്താൻ ആദ്യം സൈഡ്സ് അതേപോലെ എഴുതി കൊടുക്കാം. 3:3:3√2. എല്ലാറ്റിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാ? 3 ആണ്. അപ്പോൾ 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1. നെക്സ്റ്റ് 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1. ഇനി 3√2 ഡിവൈഡഡ് ബൈ 3 ഉണ്ട്. അപ്പോൾ 3/3 1 ആയി. ബാക്കി എത്ര ഉണ്ട്? √2. അപ്പോൾ 1:1:√2. ഇനി ഇതിന്റെ എന്താ വരിക? സൈഡ്സ് 1:1:√2 എന്നുള്ളതാണ്. ഇതിന് ഇനി കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഒന്നുമില്ല. അപ്പോൾ ഇതന്നെ അതിന്റെ ലാസ്റ്റ് ആൻസർ. ലാസ്റ്റ് ഈ ഫിഗറിൽ എന്താണ്? x:(x)(x√2). എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ നമ്പർ ഏതാണ്? x ആണ്. അപ്പോൾ x-നെ x കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? x/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. 1:2 ഇവിടെയും 1 വരും. ഇനി x√2 എന്നുള്ളതിനെ നമുക്ക് x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ x/x പറഞ്ഞാൽ 1. ബാക്കി എത്ര ഉണ്ട്? √2. അപ്പോൾ ഇവിടെ നമുക്ക് 3 ട്രയാങ്കിളിന്റെയും സൈഡുകളുടെ റേഷ്യോ കണ്ടെത്തി. ഇനി നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് ഈ ഒരു 3 ട്രയാങ്കിളിലെയും ആംഗിൾസ് എന്താ പ്രത്യേകത? എല്ലാ ട്രയാങ്കിളിലെയും ആംഗിൾസ് ഈക്വൽ ആണ്. എല്ലാറ്റിന്റെയും ആംഗിൾസ് 45, 45, 90 ആണ്. എന്നാൽ അവരുടെ സൈഡ്സ് ഈക്വൽ ആണോ? അല്ല. ഇവിടെ 3 സെന്റിമീറ്റർ ആണ്, ഇവിടെ 1 സെന്റിമീറ്റർ ആണ്, ഇവിടെ x സെന്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലാ സൈഡ് ഈക്വൽ അല്ല. പിന്നെന്താ ഇതിലെ പ്രത്യേകത? ഇവയുടെയൊക്കെ സൈഡ്സിന്റെ റേഷ്യോ എന്താണ്? എല്ലാം 1:1:√2 ആണല്ലോ എല്ലാ ട്രയാങ്കിളിന്റെയും. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് പറയാവുന്ന ഒരു കാര്യം എന്താ? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഏത് വന്നു കഴിഞ്ഞാൽ 45, 45, 90 ഡിഗ്രി എന്ന രൂപത്തിൽ റൈറ്റ് ട്രയാങ്കിളിന്റെ ആംഗിൾസ് വന്നു കഴിഞ്ഞാൽ അവയുടെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1:1:√2. അപ്പോൾ ആംഗിൾസ് 45, 45, 90 ഡിഗ്രി ആയിട്ടുള്ള റൈറ്റ് ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? 1:1:√2. ഇനി ഇതേപോലെയുള്ള മറ്റൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതിന്റെ ആംഗിൾസ് 30, 60, 90. അപ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സൈഡ് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ബാക്കി 2 സൈഡും കിട്ടിയിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു പൈതഗോറസ് ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ 2 സൈഡ്സ് അറിയണം. പക്ഷെ ഇത് രണ്ടും ആംഗിൾസും ഈക്വൽ അല്ല. അപ്പോൾ ഇത് എന്തല്ല? ഐസോസെലസ് ട്രയാങ്കിൾ അല്ല. പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്തുക? നമുക്കിതിന്റെ മറ്റൊരു സൈഡ് കണ്ടെത്തണം. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ 4th ചാപ്റ്ററിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫിഗർ നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഇത് കണ്ണാടിയിൽ കാണുന്നത് പോലെ ഇതേ ഒരു ഫിഗർ ഇപ്പുറത്തേക്ക് വരയ്ക്കണം. അതായത് ഇവിടെ 3 ആണ്, ആ 3 ഇങ്ങോട്ട് വരച്ചു, ഈ സൈഡ് ഇങ്ങനെ വരച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. ഇവിടെ 60 ആണ്, ഇവിടെ 60 വന്നു. ഈ ചെറിയ ആംഗിളോ 30 ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഈ സൈഡ് എത്ര ഉണ്ടാവും? 3 സെന്റിമീറ്റർ. ഇപ്പൊ ഈ വലിയ ട്രയാങ്കിൾ നോക്കാം. അത് എന്ത് ട്രയാങ്കിളാ? കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളുടെ ആൻസർ താഴെ കമന്റ് ചെയ്യാം. എന്ത് ട്രയാങ്കിൾ ആയിരിക്കും ഈ വലിയ ട്രയാങ്കിൾ? ഇതൊരു ആംഗിൾസ് 60 ഡിഗ്രി, 60 ഡിഗ്രി. ഇവിടെ ടോട്ടൽ വലിയ ട്രയാങ്കിളിന്റെ ആംഗിൾ ടോട്ടൽ ഇതാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 60 ഡിഗ്രി. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വീതമാണ്. 66. അപ്പോൾ അങ്ങനെയുള്ള ട്രയാങ്കിൾ എന്ത് പേരാ പറയുന്നത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ അതിന്റെ സൈഡ്സിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഈ ഒരു സൈഡ് ടോട്ടൽ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 6 സെന്റിമീറ്റർ. ശ്രദ്ധിക്കാം, നമുക്ക് ഇവിടെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ട്രയാങ്കിളിന്റെ ഏതെങ്കിലും രണ്ടാമത്തെ സൈഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് നമ്മൾ അതിന്റെ ആൻസർ കണ്ടെത്താൻ വേണ്ടി എക്സ്ട്രാ വരയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് ടോട്ടൽ 6 ആണ്. എല്ലാ സൈഡും 6 ഉണ്ടാവും. ഇവിടെ 6 ഉണ്ടാവും, ഈ സൈഡ് 6 ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ബ്ലൂ കളറിൽ കാണുന്ന നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ട്രയാങ്കിളിന്റെ 2 സൈഡുകൾ കിട്ടി. ഇനി മൂന്നാമത്തെ സൈഡ് പൈതഗോറസ് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കിട്ടുന്ന ആൻസർ
3√3 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ 3 സൈഡ്സ് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ സൈഡുകളുടെ റേഷ്യോ കണ്ടെത്താണ്. അപ്പോൾ തന്നിട്ടുള്ള സൈഡ്സ് അതേപോലെ എഴുതി കൊടുത്തു. 3:3 ലാസ്റ്റ് 6. എല്ലാത്തിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പോൾ 3/3 എത്രയാണ്? 1. 1:, ഇനി 3√3 ഡിവൈഡ് ബൈ 3 എന്നാണ്. 3/3 വീണ്ടും √3 ആയി. 6/3 എത്ര വരിക? ആൻസർ 2. അപ്പൊ ഇതിന്റെ സൈഡുകളുടെ റേഷ്യോ എത്രയാണ്? 1:√3:2. അതായത് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാംഗിൾസിന്റെ സൈഡ്സുകളുടെ റേഷ്യോ 1:√3:2 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞത് 40 ഡിഗ്രി, 90 ആണെങ്കിൽ അതിന്റെ സൈഡ്സുകളുടെ റേഷ്യോ 1:1√2 ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്, ഇങ്ങനെ ഇത്തരത്തില് ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു റൈറ്റ് ട്രയാംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം തന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഞാനിവിടെ കുറച്ച് റൈറ്റ് ട്രയാംഗിൾസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിന്റെ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ എല്ലാ ട്രയാംഗിൾസിനും, ബാക്കിയുള്ള 2 സൈഡ്സ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ റഫ് ആയിട്ട് വരച്ചാൽ മതി. ഈ സൈഡ് 4 സെന്റിമീറ്റർ, അതേപോലെ ഇത് 5, ഇത് 7. അപ്പൊ തന്നിട്ടുള്ള ആ ഒരു മെഷർമെന്റ്, ഈ 4, 5, 7 ഒക്കെ നിങ്ങൾ പേന കൊണ്ട് എഴുതി വെക്കുക. എന്നിട്ട് ആൻസർ പെൻസിൽ കൊണ്ട് ഈ ഫിഗറിൽ എഴുതി കൊടുക്കണം, ബാക്കിയുള്ള സൈഡുകൾ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണ്, ആൻസർ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക, ഇതിന്റെ ആൻസർ കണ്ടെത്തുന്ന മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇവിടെ ഈ റൈറ്റ് ട്രയാംഗിളിലെ ആംഗിൾസ് 45, 90 ഡിഗ്രിയാണ്. അതിലൊരു സൈഡ് കിട്ടിയിട്ടുണ്ട്. 2 സൈഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈതഗോറസ് ഇക്വേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ആദ്യം ആ ആംഗിൾസ് അതേപോലെ എഴുതി കൊടുക്കുക. 45, 90. അപ്പോൾ ആംഗിൾസ് 45, 90 ഡിഗ്രി ആയിട്ടുള്ള ഒരു റൈറ്റ് ട്രയാംഗിളിന്റെ സൈഡുകളുടെ റേഷ്യോ എത്രയാണ്? 1:1:√2. ഇനി തന്നിട്ടുള്ള ഈ 4 സെന്റിമീറ്റർ ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാ? 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണല്ലോ ഈ 4 സെന്റിമീറ്റർ. 45 ഡിഗ്രി ഇതാണ്, ഇതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഒരു സൈഡാണ് 4 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ആ 45ന്റെ നേരെ താഴെ 4 എഴുതി കൊടുക്കുക. അതായത് 45ന്റെ ഓപ്പോസിറ്റ് ആയി നമുക്ക് എഴുതി കൊടുക്കാം. ഇനി ബാക്കിയുള്ള സൈഡുകൾ കണ്ടെത്താൻ ഈ 4 കൊണ്ട് ഈ റേഷ്യോയിലുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 4:1 എത്രയാണ്? 4. വീണ്ടും ഈ 4 കൊണ്ട് √2നെ മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും? 4 × എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4√2. അപ്പൊ എല്ലാ സൈഡ്സും ആയി. നമുക്ക് ഈ ഫിഗറിൽ എഴുതി കൊടുക്കാം. ഇത് 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4, അതവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4. അപ്പൊ ഇതാണ് നെക്സ്റ്റ് 45ന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഇതാണ്. ഇത് 4 സെന്റിമീറ്റർ. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4√2. 90 ഡിഗ്രി ഇതാണ്, ഇതിന്റെ ഓപ്പോസിറ്റ് 4√2. ഇതേപോലെ തന്നെയാണ് ഇതിന് ചെയ്യേണ്ടത്. അതിൽ റേഷ്യോ മാത്രം വ്യത്യാസം ഉണ്ട് എന്നുള്ളത്. ഏതായാലും ഒന്നുകൂടി നോക്കാം. ഇതിലെ ആംഗിൾസ് 30, 60, 90 ആണ്. അപ്പൊ നിങ്ങൾ ആ ക്രമത്തിൽ തന്നെ എഴുതണം. 90, 30, 60 അങ്ങനെ എഴുതരുത്, അല്ലെങ്കിൽ 60, 30, 90 എഴുതരുത്. ഈ ഓർഡർ തന്നെ എഴുതണം. 30, 60, 90. ഓർഡർ മാറിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ അതിന്റെ റേഷ്യോ മാറണം. അത് നിങ്ങൾ എഴുതാൻ മറക്കും. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഓർഡറിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ല. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്ര വരുന്നത്? 1:√3:2 എന്നുള്ളതാണ്. ഇനി തന്നിട്ടുള്ള മെഷർമെന്റ് 5 ആണ്. ഈ 5 ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാ? 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് 5. അപ്പൊ അതിന് നേരെ താഴെ 5 എഴുതി കൊടുക്കുക. ഇനി ബാക്കിയുള്ള ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കണ്ടെത്താൻ ഈ 5 കൊണ്ട് റേഷ്യോ ഉള്ള നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ചെയ്യാം. 5 × √3 എത്ര വരിക? 5√3. 5 × 10. ഈ 5 കൊണ്ട് തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് 5 × 2 10 കിട്ടി. ഇനി നമുക്ക് ഇതിലെ സൈഡ്സ് എഴുതി കൊടുക്കാം. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 5 അതവിടെ കൊടുത്തിട്ടുണ്ട്. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 5√3. ഇത് ഏതാ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് വരിക? 60 ഡിഗ്രി ആംഗിൾ ഇതാണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതാണ്. അപ്പൊ ഈ ഒരു ലെങ്ത് 5√3 ആണ് വരുന്നത്. ഇനി 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 10. ഇതാണ് 90 ഡിഗ്രി, നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതാണ്. ഇത് 10 സെന്റിമീറ്റർ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്ത് നോക്കാം.
അപ്പോൾ ഇവിടെയും 30, 60, 90 ഡിഗ്രി ആണ്. നമ്മൾ ആ ഓർഡറിൽ ആംഗിൾസ് എഴുതി കൊടുക്കുക. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. 1:√3:2 എന്ന് എഴുതാം. ഇനി തന്നിട്ടുള്ള 7 സെന്റിമീറ്റർ 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ആ 7 അവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7√3. 7 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14. ഇനി ആ സൈഡ്സ് അവിടെ എഴുതി കൊടുക്കാം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 7√3. 60 ഡിഗ്രി ഇതാണ് നേരെ ഓപ്പോസിറ്റ് 7√3. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 14. 90 ഡിഗ്രി ഇതാണ് നേരെ ഓപ്പോസിറ്റുള്ള സൈഡ് ഇതാണ്. ഇത് 14 സെന്റിമീറ്റർ. ഇങ്ങനെ നമുക്ക് ഇതിന്റെ എല്ലാ സൈഡ്സും കണ്ടെത്താം. ഇനി ഇവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ഈ ഫസ്റ്റ് വരുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റുള്ള സൈഡിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ സൈഡ് തന്നു കഴിഞ്ഞാൽ തിരിച്ച് മറ്റുള്ള സൈഡ്സ് എങ്ങനെ കണ്ടെത്താം എന്ന് കൂടി നോക്കാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി 2 സൈഡ്സ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് അതർ 2 സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 80 എന്ന് പറയുന്നത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ ആംഗിൾസ് ആദ്യം എഴുതാം. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഓർഡർ തന്നെ എഴുതാം. ഇതിന്റെ റേഷ്യോ എത്രയാണ്? 1:√3:2. ഇനി തന്നിട്ടുള്ള 8 സെന്റിമീറ്റർ ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാണ്? ഈ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് അല്ല 8. അപ്പൊ ആ 90 ഡിഗ്രിയുടെ നേരെ താഴെ 8 എഴുതി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ഫസ്റ്റത്തെ നമ്പറിന്റെ താഴെ നമ്പർ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ഓപ്പോസിറ്റുള്ള സൈഡ് തന്നിട്ടില്ലെങ്കിൽ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റോ ആണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റിലെ നമ്പർ കണ്ടെത്താൻ വേണ്ടത്. അപ്പൊ അത് കണ്ടെത്താൻ ശരിക്കും നമുക്ക് ഇവിടെ നമ്പർ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണല്ലോ 8 കിട്ടുന്നത്. അപ്പൊ തിരിച്ച് ഈ നമ്പർ എങ്ങനെ കണ്ടെത്താം? തിരിച്ച് കണ്ടെത്താൻ ഒന്നുമില്ല. ഈ ഒരു നമ്പറിനെ തൊട്ട് മുകളിലുള്ള റേഷ്യോയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 8/2 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 8/2 എത്രയാണ്? 4. ഇവിടെ 4 കിട്ടി. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4 കിട്ടി. ഇനി സിമ്പിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത് അതേപോലെ തന്നെയാണ് 4 കൊണ്ട് √3 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4√3. ഇപ്പൊ എല്ലാ സൈഡും ആയി. ഇപ്പൊ ഇവിടെ നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 8 എന്നത്. ഇനി 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 8 തന്നതെങ്കിൽ എങ്ങനെ ചെയ്യാന്ന് കൂടി നോക്കണം. അത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ക്രമത്തിന് ആംഗിൾസ് എഴുതാം, റേഷ്യോ എഴുതാം. 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 8. അപ്പൊ 8 എവിടെ എഴുതേണ്ടത്? ഈ √3ക്ക് താഴെ. 60 ഡിഗ്രി ഇതാണ്, നേരെ താഴെ 8 എഴുതി കൊടുക്കാം. ഇനി നമ്മൾ ഏതിന്റെ ആൻസർ ഫസ്റ്റ് കാണേണ്ടത്? ഈ √3യുടെ ഓപ്പോസിറ്റ് ആണ്. അതെങ്ങനെ കാണേണ്ടത്? 8നെ തൊട്ട് മുകളിലെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 8/√3 എന്നാണ്. ഇനി 8/√3 × 2 ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ 8 × 2 ചെയ്ത് കഴിഞ്ഞാൽ 16/√3 എന്ന് വരും. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിവിടെ പൊതുവെ താഴെ റൂട്ടുള്ള നമ്പർ എഴുതാറില്ല. അപ്പൊ താഴത്തെ റൂട്ട് ഒഴിവാക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനില് ഈ 8 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് തന്നു. അപ്പൊ നമ്മളിവിടെ 8 എഴുതി. ഇനി ഫസ്റ്റ് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണാൻ 8നെ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം താഴെ √3 വന്നിട്ടുണ്ട്. അപ്പൊ താഴെ റൂട്ട് ഒഴിവാക്കാൻ നമ്മൾ ഇനി ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിന്റെ മുകളിലും താഴെയുമായിട്ട് ഈ താഴെ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ 8/√3 നമുക്ക് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ആൻസർ? 8/√3 തന്നെയാണ്. കാരണം ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ നമ്പർ കിട്ടും. √3/√3 എത്ര ആൻസർ? 1 അല്ലേ? അപ്പൊ ശരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? 8/√3 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആൻസർ സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ നോക്കുകയാണെങ്കിൽ 8 × √3 എത്ര വരിക? 8√3 ഡിവൈഡ് ബൈ √3 × √3 എത്ര ആൻസർ വരിക? √3 × √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √9 വരും. √9 ആൻസർ എത്രയാണ്? 3. അപ്പൊ നമുക്കിവിടെ √3 × √3 എന്നുള്ള റൂട്ട് ഒഴിവാക്കിയിട്ട് ആ നമ്പർ മാത്രം എഴുതിയാൽ മതി. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 8√3/3. ഇനി ഇവിടെ 8/3 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് ഇവിടെ 2 ആണെങ്കിൽ 8/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4√3 എന്ന് എഴുതാം. അപ്പോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ 3 ആണ് പോയിന്റ് വരുന്നത് കൊണ്ട് ഇത് അതേപോലെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഇതിന്റെ ആൻസർ 8√3/3 എന്ന് കിട്ടും.
ഇനി ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 8 ഇൻറ്റു 2 ചെയ്താൽ മതി 16. ബാക്കിയുള്ള നമ്പേഴ്സ് അതേപോലെ എഴുതി കൊടുക്കുക. √3/3. ഇപ്പോൾ എല്ലാ സൈഡുകളായി 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 30 ഡിഗ്രി ഇതാണ് ഓപ്പോസിറ്റ് 8 √3/3. ഇത് ക്വസ്റ്റ്യനിൽ തന്ന നമ്പറാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 16 √3/3 എന്ന് കിട്ടി. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കി നോക്കാം. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് എങ്ങനെ നോക്കാം. ആംഗിൾസ് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി. സൈഡ്സ് റേഷ്യോ 1:√3:2 എന്നുള്ളതാണ്. ഇനി തന്നിട്ടുള്ള 6 സെന്റിമീറ്റർ ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാ? 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതിന് നേരെ താഴെ ആ 6 എഴുതി കൊടുക്കുക. ഇനി ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഫസ്റ്റ് കാണേണ്ടത്? 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ്. അത് കാണാൻ ചെയ്യണം. 6നെ തൊട്ട് മുകളിലുള്ള റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6/√3 അല്ലേ? അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം താഴെ √3 വന്നു. അപ്പോൾ നമുക്ക് ആ √3 ഒന്ന് സൈഡിൽ എഴുതിയിട്ട് ആ √3 ഒഴിവാക്കിയിട്ട് ചെയ്യാം. 6/√3 ആണ്. അപ്പോൾ മുകളിലും താഴെയും എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? √3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇനി അഥവാ 6/√2 ആണെങ്കിലോ √2 കൊണ്ടാണ് മുകളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? 6 × √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6√3 ഡിവൈഡഡ് ബൈ √3 × √3 എത്രയാണ്? 3 ആണ്. അപ്പോൾ 6/3 എത്ര ആൻസർ? 2. 2 × 6/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ 2√3 ആണ്. അപ്പോൾ നമുക്ക് 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2√3 എന്ന് കിട്ടി. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നേരത്തെ എഴുതിയത് 8/√3 ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ എഴുതിയത്. പിന്നെ താഴെ റൂട്ട് ഒഴിവാക്കിയിട്ട് 8√3/3 എന്ന് എഴുതി. ശരിക്കും ഇതിന്റെ രണ്ടിന്റെയും ആൻസർ സെയിം ആണ്. നിങ്ങൾക്ക് സംശയം ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ 8/√3 കൊണ്ട് വാല്യൂ ചെയ്ത് നോക്കുക. അതിന്റെ ആൻസറും 8 × √3/3 ചെയ്താലും സെയിം ആൻസർ ആണ്. അതേപോലെ തന്നെ ഇവിടെ 6/√3ന്റെ അതേ ആൻസർ തന്നെയാണ് 2 × √3 കിട്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കാണുന്ന ചെയ്യണം. 2√3 × 2 2 × 2 4 ബാക്കി √3 അതേപോലെ എഴുതി കൊടുക്കുക. ഇപ്പൊ എല്ലാ സൈഡ്സായി അതവിടെ ഫിഗറിൽ എഴുതി കൊടുക്കുക. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 2√3, 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് 4√3 എല്ലാ സൈഡ്സായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ആംഗിൾസ് 45 90 ഡിഗ്രിയാണ്. തന്നിട്ടുള്ള ആംഗിൾ ഏത് ആംഗിളിന്റെ ഓപ്പോസിറ്റാ? 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ്. 4 ആണ്. അപ്പോൾ റേഷ്യോ 1:1:√2. ആ 4 എന്നുള്ളത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് എഴുതി കൊടുത്തു. ഈ ഫസ്റ്റത്തെ നമ്പറിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കാണേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? 4നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അവിടെ തന്നെ √2 താഴെ വന്നു. അപ്പൊ ഇൻറ്റു മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആൻസർ എന്ത് വരും? 4 × √2 എന്ന് പറഞ്ഞാൽ 4√2 ഡിവൈഡഡ് ബൈ √2 × √2 എന്താ ആൻസർ? 2. അപ്പോൾ 4/2 എത്ര വരും? 2 ആൻസർ വരും. 2√2 ആയി ആൻസർ. ആ 2√2 ഇവിടെ എഴുതി കൊടുക്കാം. ഇനി 2√2 ഇൻറ്റു ഈ 1 അതും ആൻസർ എത്രയാണ്? 2√2. അപ്പോൾ എല്ലാ സൈഡ്സും ആയി. അപ്പോൾ ഈ സൈഡ്സ് ഇവിടെ എഴുതി കൊടുക്കാം 2√2. അതേപോലെ ഇവിടെ 2√2. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ആൻസറുകൾ കണ്ടെത്തേണ്ടത്. അതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മറ്റു സൈഡുകൾ കണ്ടെത്താനുണ്ട്. അപ്പോൾ ഇനി ഇത്തരത്തിൽ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സൈഡ് കിട്ടിയാൽ മറ്റു സൈഡ്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.